ഉണ്ണികൃഷ്ണൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ടൈറ്റിൽ പ്രതിച്ഛായ വളരെ മികച്ചൊരു ടൈറ്റിലാണ്, അതിന് അഭിനന്ദനങ്ങൾ. സാധാരണഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിച്ഛായ ഭീതി ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാർക്കും പൊളിറ്റീഷ്യൻസിനുമാണ്. ഈ രണ്ട് പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ ഭീതിയുള്ളത്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനൊരു ടൈറ്റിൽ ഇട്ടത്? ഈ ടൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലെ, നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ, ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ട്രെയിലറിൽ ഒരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഈ സിനിമ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് PR ലും സൈബർ സ്പേസിലും ഇത്രയും കോടികൾ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്പെൻഡ് ചെയ്യുന്നു, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് കോൺസ്ട്രക്ട് ആവശ്യമുണ്ട്. നിർമ്മിക്കപ്പെടുന്ന പ്രതിച്ഛായ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും, ആ ഗുണദോഷങ്ങളെ കുറിച്ച് കൂടിയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ അതൊരു ടോൾ ക്ലെയിം ഒന്നുമല്ല, അത് തീർച്ചയായിട്ടും ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് തൊട്ടുപോകുന്നു. അതെല്ലാം നിങ്ങൾ ഇനി മറ്റന്നാൾ കണ്ട് വിലയിരുത്തിയാണ്. പ്രൊപ്പഗണ്ട ആരോപണങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രൊപ്പഗണ്ട ആരോപണങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു ആരോപണം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എന്ത് ഒരു പ്രതിരോധമില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാത്ര കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. അതൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധം. ഹരിശ്രീ സാർ, ഇപ്പൊ ഈ കൂട്ടത്തില് കുറച്ചും കൂടി എക്സ്പീരിയൻസ് സിനിമയിലുള്ളത് സാറിനാണ്. സാർ വന്നിട്ട് ഇപ്പൊ ഒരു എങ്ങനെ വന്നാലും 25 വർഷത്തിലധികം, 40 വർഷമായിട്ട് പറഞ്ഞു. ഞാൻ 40 വർഷം സോറിന്റെ കാര്യം 40 വർഷം അഭിനയിച്ചതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, പണ്ടുള്ള നടന്മാർ, ഇപ്പൊ തിലകൻ സാർ ആയിക്കോട്ടെ, ശങ്കരാടി സാർ ആയിക്കോട്ടെ, മുരളി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടെ രാഷ്ട്രീയം പ്രകടമാക്കി തന്നെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ മുരളി സാറും തിലകൻ സാറും അതുപോലെ ശങ്കരാടി സാറും ഒക്കെ സംസാരിക്കുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന് പറയാൻ പലർക്കും ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റൊരു പാർട്ടി എനിക്കെതിരാവും, മറ്റൊരു അണികൾ എനിക്കെതിരാവും എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ സാറിന് അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? സാറിന് രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഒരു ഭയമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ആദ്യം തന്നെ പറയട്ടെ, 10 ചോദ്യങ്ങളാണ് ഞാൻ എല്ലാം പറയാം. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി അറിയാം. എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പലരും. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. പോരെ? 5 രണ്ടാമത് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് വളരെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ വരുന്നത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നാണോ, അതോ ഇന്നത്തെ കാലഘട്ടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. രാഷ്ട്രീയമായിട്ടല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ നോക്കണം എനിക്ക്. മനസ്സിലായ? അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയമുണ്ട്, അല്ലാതുള്ള മേഖലയിലുള്ള പരിപാടികൾ ചെയ്യുന്ന പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് സന്തോഷത്തോടെ ആർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം അത് ജീവിച്ചത് അങ്ങനെയാണ്. എന്നാലും നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയം അറിയാം. പത്രങ്ങൾ വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയം അറിയാം. പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്കിതിന് മാറ്റി വെക്കാനായിട്ടില്ല. ഒരു സെക്കൻഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയാൽ ആ സമയം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ല എൻ്റെ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിവിൻചേട്ടൻ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ബ്രേക്ക് ഇല്ലാതെ ഷൂട്ടിന് പോകാമെന്ന് പറഞ്ഞപ്പം സാറ് അത് സമ്മതിച്ചില്ല. ലൈക്ക് ബ്രേക്ക് വേണം, പ്രായമുള്ള ആളുകളുണ്ട്, അവർക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അത് ഭയങ്കര ഒരു കണക്ട് ചെയ്ത് ഭയങ്കര ഇതായി ഗ്രേറ്റ് ആയിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പം കാരണം എല്ലാവരിലും സാറ് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം ഇത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, 6000 ആളുകളോട് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം ഹാർഡായിരുന്നു വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു മഹത്വമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. അത് അങ്ങനെ വേണം സിനിമ. ഞാൻ 18 വർഷമായിട്ട് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്.
അപ്പോൾ വളരെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ രോഗങ്ങളുള്ളവരുണ്ട്, വൈഷമ്യങ്ങളുള്ളവരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സിനിമയ്ക്ക് ഒരു സമയവ്യവസ്ഥയുണ്ട്. ആ സമയവ്യവസ്ഥ പാലിക്കപ്പെടണം. അത് ഏത് സെറ്റിലായാലും പാലിക്കപ്പെടണം. എൻ്റെ സെറ്റിലത് ഞാൻ പാലിക്കുന്നു, ബാക്കിയുള്ള സെറ്റിലുകളിൽ ബാക്കിയുള്ളവർ അത് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രൗഡൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയത്. ഏതാണ്ട് 100 ദിവസം കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വലിപ്പമുള്ളൊരു സിനിമയാണ്. അതിൻ്റെതായിട്ടുള്ള വൈഷമ്യങ്ങളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ആനന്ദമുണ്ട് ഈ സിനിമയ്ക്കകത്ത്.